ലോക്പാലിന്റെ ഒരു നിർദ്ദേശം, അതായത് മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഖാൻവിൽക്കർ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു നിർദ്ദേശം പുറത്തു വന്നു. അതായത് ഏതോ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക്, അത് ഏത് ജഡ്ജിയാണെന്ന് പേര് വെളിവാക്കിയിട്ടില്ല, ആ പരാതിക്കാരനോടും നിർദ്ദേശമുണ്ട് പേര് വെളിവാക്കരുതെന്ന്. ഒരു ജഡ്ജി, ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു ജില്ലാ ജഡ്ജിയെയും അതേപോലെ മറ്റൊരു സഹ ഹൈക്കോടതി ജഡ്ജിയെയും വേറെ ഒരു കമ്പനിക്ക് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതിയായിരുന്നു ലോക്പാലിന്റെ മുമ്പിൽ എത്തിയത്. അപ്പോൾ ലോക്പാൽ ആദ്യം അതൊരു തീരുമാനമെടുത്തു, ഈ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഉള്ളത് ആ പരാമർശങ്ങൾ എടുക്കാമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം അങ്ങ് കൈക്കൊണ്ടു. അദ്ദേഹം പണ്ട് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു എന്നുള്ള ഓർമ്മ ചെയ്യുന്നതായിരിക്കും കേട്ടോ, അല്ലാതെ ഇങ്ങനൊന്നും ഉള്ള ആരും ചെയ്യുകയല്ല. കാരണം സുപ്രീം കോടതിക്ക് പോലും അതിനുള്ള അധികാരം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോർട്ട്സ് എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ, അതാണ് ഹൈക്കോർട്ട്സ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വരുമ്പോൾ അതിനു മുമ്പേ ഹൈക്കോടതി ഉണ്ട്. സുപ്രീം കോടതി ഇന്ത്യയിൽ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഹൈക്കോടതികളുണ്ട്. ആദ്യം ഉണ്ടാകുന്ന ഹൈക്കോടതികളാണ്. അപ്പൊ ഹൈക്കോടതികളുടെ അധികാരത്തിൽ ആ ജഡ്ജിമാരെ ഇതിന്റെ പരിധിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇത് വന്നപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ റെഡിയാക്കി എടുക്കാം, ലോക്പാലിന്റെ ഇതിലൊക്കെ വരും, പരിധി വരും, നടപടി എടുക്കാം, അവർക്കെതിരെയുള്ള പരാതി എന്റർടൈൻ ചെയ്യാം എന്നൊരു റൂളിംഗ് അങ്ങ് കൊടുത്തു. അപ്പോൾ അത് സുപ്രീം കോടതി ഇത് കാണാനിടയായി. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് സുവോമോട്ടോ കേസായിട്ട് പരിഗണിച്ചു, അപ്പോൾ അത് സോളിസിറ്റർ ജനറലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ സീനിയർ അഭിഭാഷകൻ ശ്രീ കപിൽ സിബാലും എല്ലാം ഇതിന് ശക്തിയുക്തം എതിർത്തു. ഈ തീരുമാനം തെറ്റാണ്, ഇത് ഇങ്ങനെ ഒന്നും പരിഗണിക്കാൻ പറ്റില്ല, ലോക്പാലിന്റെ കീഴിലൊന്നും വരികയില്ല, ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്ന ആള് ലോക്പാലിന്റെ കീഴിലൊന്നും വരുന്നതല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, അത് ആ രീതിയിൽ ഭരണഘടനാ സ്ഥാപനമാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ പെടുന്ന ഒരാളാണ് ഹൈക്കോടതി ജഡ്ജി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ലോക്പാലിന്റെ കീഴിലൊന്നും വരില്ല എന്നുള്ള വാദഗതിയെ അവർ ഉന്നയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, സുപ്രീം കോടതി അത് വളരെ ഗൗരവത്തിലെടുത്തു. അതുകൊണ്ടാണല്ലോ സുവോമോട്ടോ ആയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ലോക്പാലിന്റെ രജിസ്ട്രാർ ജനറൽക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കാരണം ഇതിന്റെ കാര്യം എന്താണെന്ന് പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടും പറയാൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി എനിക്കൊന്ന് ശ്രീ തുഷാർ മേത്തയാരും തോന്നുന്നു അപ്പീൽ ചെയ്തിട്ട് പറഞ്ഞു, ഇത് പാടില്ല, കാരണം ഇത് തെറ്റാണ്, ഈ തീരുമാനം തെറ്റാണ്, അത് ഹൈക്കോടതി ഒന്നും ജഡ്ജിയൊന്നും ലോക്പാലിന്റെ കീഴിൽ വരുന്ന ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും സുപ്രീം കോടതി ഇതങ്ങ് സ്റ്റേ ചെയ്തു. ഇതിനുള്ള അവസരമൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെയുള്ള വിവാദങ്ങൾ വേറെ ഇന്ത്യയിൽ വേണ്ട എത്രയോ കാര്യങ്ങൾ ലോക്പാലിന് പരിഗണിക്കാവുന്നതുണ്ട്. അതൊക്കെ പരിഗണിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ലോക്പാൽ പരിഗണിക്കേണ്ടത്? അത് ലോക്പാൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ചെയ്യേണ്ടതാണ്. നാടിൻ്റെ നന്മയ്ക്ക് ഓരോ കാര്യങ്ങൾ നോക്കേണ്ട ആളാണ്. പക്ഷെ നമുക്ക് ലോക്പാൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടതായിട്ട് ഞാൻ ഇതുവരെ കാണുന്നില്ല. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കൂ ദയവേത്. അല്ലാതെ ഈ രീതിയിലുള്ള വിവാദപരമായ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കൂ. ഇനി ഇത് വേറെ എന്തെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജി അങ്ങനെ ആ രീതിയിൽ അഴിമതി കാണിക്കുവോ എന്തെങ്കിലും ചെയ്താൽ, അധികാര ദുർവിനിയോഗം നടത്തിയോ ചെയ്താൽ അത് സുപ്രീം കോടതിയെ സമീപിക്കാം. എന്തിനാണെന്നറിയോ? അത് സുപ്രീം കോടതിക്ക് അത് നോക്കാം. നോക്കിയതിന് ശേഷം സുപ്രീം കോടതി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലും വലിയ തീരുമാനങ്ങളില്ലെങ്കിൽ ജുഡീഷ്യൽ സൈഡിൽ സുപ്രീം കോടതിക്ക് എടുക്കാം. ആ അധികാരങ്ങളൊന്നും ലോക്പാലിന് കവർന്നെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സുപ്രീം കോടതിക്ക് വിശാലമായ അധികാരങ്ങളുണ്ട്. ആർട്ടിക്കിൾ 142 പ്ലീനറി പവേഴ്സ് അത് വരുമ്പോൾ കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടി, സമ്പൂർണ്ണ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിക്ക് ഏത് തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശം അധികാരവും നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിക്കേ ഉള്ളൂ. അത് ലോക്പാലിനും ഹൈക്കോടതികൾക്ക് പോലുമില്ല ആ അധികാരം. അപ്പോൾ ആ അധികാരം സുപ്രീം കോടതിക്ക് വിനിയോഗിക്കാം. ആ രീതിയിൽ ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ഉള്ള ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തീരുമാനം എന്ന് സുപ്രീം കോടതി പറഞ്ഞു, ഇത് എന്ന് പറഞ്ഞ പോലെ പോകരുത്. ആ രീതിയിലേക്ക് പോകാൻ പാടില്ല.